ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ലീവുള്ളൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അലമാരയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്നുള്ളത്. അങ്ങനെ അലമാരിയിൽ നിന്ന് ഞാനിത് ഓരോ സെക്ഷനായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കണം. ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കണത്. എല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളിലേക്ക് വെക്കണില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും കേട്ടോ, കുറേ സാധനങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു കുട്ടി ഡയറിയാണ് കേട്ടോ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 വർഷങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടാവും ഈ ഒരു ഡയറീൻ്റെ കയ്യിൽ. ഞാൻ കുറേ കാലം മുമ്പേ എൻ്റെ കയ്യിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായതുകൊണ്ട് തന്നെ ഞാൻ അതിലിങ്ങനെ കുറേ ഒന്നും എഴുതാനൊന്നും നിന്നിട്ടില്ല. നല്ല രസമാണല്ലോ കാണാൻ. അപ്പോൾ ഞാനതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പോലും അറിയില്ല, വെറുതെ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അത് വീണ്ടും റീഫോൾഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ അലമാരയിലേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ്. പൊതുവേ എൻ്റെ അലമാര അങ്ങനെ ഒന്നായിട്ടങ്ങനെ കുത്തി നിറച്ചിടുന്ന ആ ഒരു രീതി ഉണ്ടാവലില്ല കേട്ടോ. ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആയിട്ട് കിടക്കും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ മടക്കാതെ ഇങ്ങനെ നമ്മൾ കുത്തി നിറച്ച് വെക്കൂലേ, അലമാര തുറക്കുമ്പോഴേക്ക് ഇങ്ങനെ കാലിലേക്ക് വീഴുന്ന ആ ഒരു അവസ്ഥ ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊടിയൊക്കെ നിറയുമ്പോൾ, അലമാരയിൽ പൊടിയൊക്കെ നിറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ തട്ടി കുടഞ്ഞ് വീണ്ടും മടക്കി വെക്കും. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇത് ഞങ്ങളെ കല്യാണത്തിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാറൊന്നുമില്ല. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. ഇത് പിന്നെ എൻ്റെ കല്യാണ സാരിയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആകെ 2-3 തവണ മാക്സിമം അത് ഇട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഇത് ഇക്കൻ്റെ ഡയറിയാണ് കേട്ടോ. ഇക്ക ITI പഠിച്ച സമയത്ത് ഇക്ക കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് വരച്ചിട്ടുള്ള റെക്കോർഡാണ്. അപ്പോൾ ഇക്കത് ഭയങ്കര നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, കഷ്ടപ്പെട്ട് വരച്ചതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ്, ഫയലൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മളെ സ്വന്തം സർട്ടിഫിക്കറ്റ്സിനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് എന്നെ കാണിച്ചിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഫയലും സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് ആ സൈഡിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഞാനിതങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അലമാര അടക്കി പെറുക്കി ഒതുക്കി വെക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ബെഡിൽ നിറയെ സാധനങ്ങളായിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി മാക്സിയാണ് കേട്ടോ ഇടുന്നത്. ഞാനങ്ങനെ മാക്സി യൂസ് ചെയ്യാലേ ഉണ്ടായിരുന്നില്ല. കാരണം ഇക്കക്കും ഉമ്മയ്ക്കും ഒന്നും അങ്ങനെ ഇഷ്ടമില്ല മാക്സി യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ചൂടുകൊണ്ട് നമ്മൾ ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാനേ പറ്റണില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെയിലി മാക്സിയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഞാനിത് ആ ബെഡിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലോറിൽ മുഴുവനും പൊടിയും പിന്നെ ഞാൻ ഒഴിവാക്കിയ സാധനങ്ങൾ, ഷെൽഫിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് പൊടിയായിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 2 തവണ അടിച്ച് വാരേണ്ടി വന്നു കേട്ടോ നമ്മളെ റൂം. അങ്ങനെ അതാ 1-2 തവണ അടിച്ച് വാരി അവസാനം പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് അലക്കി ഡ്രയറിലിട്ട് ഉണങ്ങി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിലുള്ളത് അയലിലിടണമെങ്കിൽ അയലിൽ ഓൾറെഡി ഉണങ്ങിയതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അയലിൽ നിന്ന് എടുത്തിട്ട് അത് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് മടക്കി ഒതുക്കി അലമാരയിലേക്ക് വെക്കണം. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഈ മടക്കിയതൊക്കെ ഒന്ന് റൂമിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അലമാരയിലേക്ക് ഇപ്പോൾ വെക്കുന്നില്ല, ഞാൻ കുളിച്ച് വന്നിട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇനി റൂമൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ലിക്വിഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി വേഗം തുടയ്ക്കുകയാണ്. എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായി വന്ന് റൂം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളെ റൂമിലെ എല്ലാ പണികളും കഴിഞ്ഞ് റൂം നല്ല ക്ലീനായിട്ട് നമ്മൾ ഫ്രഷായി വന്ന് ആ ഒരു നീറ്റായി കിടക്കുന്ന ആ ഒരു റൂം കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അങ്ങനെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ പേഴ്സണലി. അങ്ങനെ ഞാൻ വേഗം തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പോയിട്ട് ഫ്രഷായി. അപ്പോൾ ഫ്രഷ് ആവുന്ന സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ കുറേ നമ്മളെ കോമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എണ്ണയൊക്കെ പിടിച്ചിട്ടേ
നല്ല വൃത്തികേടായത്. അപ്പോൾ അതും കുറച്ച് നമ്മൾ ബണ്ണുകളൊക്കെ അല്ലേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുളിച്ച് വന്നപ്പോഴേക്ക് തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡ്രയറിൽ നിന്ന് എടുത്തിട്ട് വേഗം ഇനി അയലിൽ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ലിക്വിഡാണ് ഇവിടെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഈ ലിക്വിഡിൻ്റെ ബോട്ടിൽസ് കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ഈ ബോട്ടിൽസ് കുറേ ചാക്കിൽ നിറഞ്ഞിരുന്നു. അപ്പോൾ ആ ബോട്ടിൽസൊക്കെ കൊണ്ടുപോയി ഞാൻ താഴെ ഒരു ചാക്കിലാക്കി കൊണ്ടുപോയിട്ട് വെച്ച് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പരിപാടിക്ക് പോകാനുണ്ട്, ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇക്കക്കും എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇത് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്ക അപ്പോൾ പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഇക്ക പുറത്ത് പോയി വരുമ്പോഴേക്ക് വേഗം അയൺ ചെയ്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇക്കൻ്റെ മാറ്റൽ വേഗം കഴിയും. അപ്പോൾ ഇക്ക മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്നെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്ക വരുമ്പോഴേക്ക് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിത് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ് കേട്ടോ. അങ്ങനെ ഇനി ഇതാ ഞങ്ങൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇക്ക വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇനി ഞാനും ഇക്കയും കൂടെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി പരിപാടിക്ക് പോകണം, എന്നിട്ട് തിരിച്ചു വരണം. അങ്ങനെയൊക്കെയാണ് ഇനി നമ്മളെ പരിപാടികൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മളെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുള്ള നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രൈഡും ഗ്രൂമും അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഗിഫ്റ്റ്സ് കിട്ടുമല്ലോ നമ്മളെ ബ്രൈഡിന്. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ വന്നിട്ടുള്ള ആൾ. അങ്ങനെ നമ്മളെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ടൊന്ന് ഉറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം സൺഡേസിലാണ് പിന്നെ എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടുക. അല്ലെങ്കിൽ രാത്രി നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഹോം വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. പിന്നെ രാവിലെ ആണെങ്കിൽ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് കഴിയൂല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. ഇപ്പം ചൂടായതിനു ശേഷം തുടങ്ങിയതാണ് എനിക്ക് ഈ കൊതുക് കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലർജി ആവുക. കയ്യിലും കാലിലൊക്കെ ഫുള്ള് കൊതുക് കടിച്ചിട്ട് ഫുൾ അലർജി ആക്കി. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ കൊതുക് കടിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇക്കൻ്റെ വീട്ടിൽ കൊതുക് കൂടുതലാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അലർജി പോലെ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു വർഷം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കൊതുക് കടിച്ചിട്ട് കയ്യിലും കാലിലൊക്കെ ചൊറിഞ്ഞ് പൊട്ടി അടയാളം വരുന്ന ഒരവസ്ഥ കിട്ടും. എൻ്റെ കൈയൊക്കെ കണ്ടിട്ട് എൻ്റെ ഉമ്മയൊക്കെ ചോദിക്കും എനിക്ക് ചിക്കൻ ബോക്സ് പിന്നെയും വന്ന രീതിയിലായി. അത്രയും ചിക്കൻ ബോക്സ് ഉണ്ടായപ്പോൾ പോലും ഇത്ര അടയാളം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ 2 ഫാനൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉറങ്ങുന്നത്. അപ്പോഴാണ് ഇപ്പോൾ എനിക്ക് കൊതുകടിയൊക്കെ ഒന്ന് കുറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വേഗം പരിപാടി കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോയിട്ട് ഉറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് പരിപാടി ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് വാങ്ങി. അങ്ങനെ ഞാനും ഒക്കെയും കൂടി ഇതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്